തൃശൂരിലെ കോൺഗ്രസിൽ ഉടലെടുത്ത ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ. നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ജില്ലയിലെത്തും. വാൽപ്പാറ പച്ചമല എസ്റ്റേറ്റിൽ പുലി കടിച്ചുകൊണ്ടുപോയ 4.5 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് തമിഴ്നാട് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. ചൊവ്വൂരിൽ സ്വകാര്യ ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞുകയറി 3 സ്ത്രീകൾക്ക് പരിക്ക്. അപകടത്തെ തുടർന്ന് ബസ്സിൽ നിന്നിറങ്ങിയോടിയ ഡ്രൈവറെ ചേർപ്പ് പോലീസ് പിടികൂടി. മുളകുന്നത്താവിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം. കുതിരാൻ തുരങ്കത്തിന് സമീപം കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യുവാവിന് പരിക്ക്. തൃശൂർ അയ്യന്തോൾ മോഡൽ റോഡ് കുടിവെള്ള പൈപ്പ് പൊട്ടി തകർന്നു. റോഡിലൂടെ കുടിവെള്ളം ഒഴുകിയിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. ചാവക്കാട് വീണ്ടും കുറുനരിയുടെ ആക്രമണം. തെക്കൻ പാലിയൂരിൽ സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർക്ക് കടിയേറ്റു. ഇതോടെ കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 6 ആയി. ആക്രമണത്തിനിരയായവർക്ക് അടിയന്തര ധനസഹായം അനുവദിച്ച് നഗരസഭ. പുല്ലഴി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴയും 5 ദിവസത്തിനുള്ളിൽ നീക്കിത്തുടങ്ങുമെന്ന് ഇറിഗേഷൻ വകുപ്പ്. നടപടി TCB വാർത്തയെ തുടർന്ന്. വടക്കാഞ്ചേരി കുമരനല്ലൂരിൽ ജോലിക്കിടെ ഷോക്കേറ്റ് വൈദ്യുതി ജീവനക്കാരൻ മരിച്ചു. കാഞ്ഞിരക്കോട് കൊടുമ്പ് സ്വദേശി സുധാകരനാണ് മരിച്ചത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. തൃശൂരിലെ കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ജില്ലയിലെത്തും. തേറമ്പിൽ രാമകൃഷ്ണൻ, ജോസഫ് ടാജറ്റ്, TN പ്രതാപൻ, TV ചന്ദ്രമോഹൻ, ജോസ് വള്ളൂർ, MP വിൻസെന്റ്, അനിൽ അക്കര, PA മാധവൻ, O അബ്ദുറഹ്മാൻകുട്ടി, ജോസഫ് ചാലിശ്ശേരി എന്നീ നേതാക്കളുമായാണ് ചർച്ച. തൃശൂർ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നേതൃത്വം ഇടപെടുന്നതിന്റെ ഭാഗമായാണ് ദീപാദാസ് മുൻഷിയുടെ സന്ദർശനം. സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. അടുത്തിടെ തൃശൂരിലുണ്ടായ സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങളും സമാന്തര നീക്കങ്ങളും നേതൃത്വത്തിന്റെ ശ്രദ്ധയിലുണ്ട്. തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ നഷ്ടമായത്, ഗുരുവായൂർ അർബൻ ബാങ്ക് പ്രസിഡന്റിന്റെ പുറത്താക്കൽ, കൊരട്ടിയിലെ കയ്യാങ്കളി തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഉയർന്നുവന്നു. A ഗ്രൂപ്പ് നേതാക്കൾ രഹസ്യയോഗം ചേർന്നു. I ഗ്രൂപ്പിലെ ചില നേതാക്കൾ സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും പരാതികൾ ഉയർന്നിട്ടുണ്ട്. DCC പ്രസിഡന്റായി ജോസഫ് ടാജറ്റ് ചുമതലയേറ്റിട്ട് അധികം നാളായിട്ടില്ല. എന്നാൽ ടാജറ്റിനെ ലക്ഷ്യം വെച്ചും നീക്കങ്ങൾ നടക്കുന്നു. DCC നേതൃത്വം പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ല എന്നാണ് ചിലരുടെ പരാതി. അനിൽ അക്കരയെ DCC തലപ്പത്ത് കൊണ്ടുവരാനുള്ള ആലോചനയും അണിയറയിൽ നടക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃശൂരിലെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് നേതൃത്വം. അതിന്റെ ഭാഗമായാണ് ദീപാദാസ് മുൻഷി ജില്ലയിലെത്തി നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. TCV തൃശൂർ. വാൽപ്പാറയിൽ പുലി കടിച്ചുകൊണ്ടുപോയ 4.5 വയസ്സുകാരി റുസ്നിയുടെ മൃതദേഹം കണ്ടെത്തി. 200 മീറ്റർ അകലെ കാടിനകത്ത് വികൃതമായ വിധത്തിലായിരുന്നു മൃതദേഹം. പകുതിയോളം ഭാഗം പുലി കടിച്ചെടുത്ത നിലയിലായിരുന്നു. തലയിലും കടിയേറ്റിട്ടുണ്ട്. തമിഴ്നാട് വനംവകുപ്പും പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും സംയുക്തമായി നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഡോഗ് സ്ക്വാഡും തെരച്ചിലിന് എത്തിയിരുന്നു. ജാർഖണ്ഡ് സ്വദേശി മനോജ് കുന്ദയുടെ മകൾ റുസ്നി ക്വാർട്ടേഴ്സിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് തേയിലത്തോട്ടത്തിൽ നിന്ന് എത്തിയ പുലി കുട്ടിയെ കഴിച്ചുകൊണ്ടുപോയത്. ഉടനെ സ്ഥലത്തെത്തിയ വനപാലകരും നാട്ടുകാരും ചേർന്ന് അന്വേഷണം നടത്തിയെങ്കിലും രാത്രി ഏറെ വൈകിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ തോട്ടം തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. അതേസമയം മരിച്ച കുട്ടിയുടെ കുടുംബാംഗങ്ങൾക്ക് തമിഴ്നാട് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൊവ്വൂർ അഞ്ചാംകല്ലിൽ ട്രാഫിക് പഞ്ചിംഗ് ബൂത്തിന് സമീപം ബസ് സ്റ്റോപ്പിലേക്ക് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടിടിച്ചു കയറി 3 സ്ത്രീകൾക്ക് പരിക്കേറ്റു. ചെറുവത്തേരി സ്വദേശിനി കാര്യാട്ടുപറമ്പിൽ സംഗീത, പ്രേമ, സയന എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ബസ് സ്റ്റോപ്പും സമീപത്തെ വൈദ്യുതി തൂണും തകർന്നു വീണു. അപകടത്തെ തുടർന്ന് ബസ് ജീവനക്കാർ ഇറങ്ങിയോടി. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് നിയന്ത്രണം വിട്ടുവന്ന ബസ് യാത്രക്കാരി ഇടിച്ചു തെറിപ്പിച്ചിരുന്നു. ബസ്സുകളുടെ അമിത വേഗത മൂലം മേഖലയിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. അതേസമയം അപകടത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട ബസ് ഡ്രൈവറെ മണിക്കൂറുകൾക്ക് ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാളാപ്പുത്തഞ്ചിറ സ്വദേശി നാസറിനെയാണ് ചേർപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മുളകുന്നതാവിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം. പ്രദേശത്ത് വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. തടികയറ്റി വന്ന ലോറിയും കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കാർ ഡ്രൈവർ വടക്കാഞ്ചേരി സ്വദേശി മോഹനന് നിസ്സാര പരിക്കേറ്റു.
ഇയാളെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ലോറി റോഡിൽ നിന്ന് മാറ്റാനാകാത്തതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. ഇതോടെ തൃശൂർ ഷൊർണൂർ റോഡിന്റെ ഇരുവശത്തേക്കും 2 കിലോമീറ്ററോളം ദൂരത്തിൽ വാഹനങ്ങൾ കുരുങ്ങിക്കിടന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മിനിറ്റുകൾക്കിടയിൽ നിരവധി ആംബുലൻസുകൾ പോകുന്ന പാതയാണ് ഗതാഗതക്കുരുക്കിൽപ്പെട്ടത്. ദേശീയപാതയിൽ കുതിരാൻ തുരങ്കത്തിന് സമീപം കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യുവാവിന് പരിക്ക്. ഇരിങ്ങാലക്കുട സ്വദേശി കിരണിനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞത്. മറ്റൊരാൾ കൂടി കാറിൽ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. BB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം BB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. തൃശൂർ അയ്യന്തോൾ മോഡൽ റോഡ് ഇപ്പോൾ ഒരു മാതൃകാ പാതയല്ല. കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് തകർന്ന് ദിവസങ്ങളായി റോഡിലൂടെ കുടിവെള്ളം ഒഴുകിയിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് അയ്യന്തോൾ ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് പൈപ്പ് പൊട്ടി റോഡ് തകർന്ന് ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴായി പോകുന്നത്. ദിവസങ്ങളോളമായി പൈപ്പ് പൊട്ടി കുടിവെള്ളം വലിയ തോതിൽ റോഡിലൂടെ പരന്നൊഴുകിയിട്ടും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. റോഡിന് നടുവിലാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. അതിനാൽ ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. ഇതിന് സമീപത്ത് തന്നെയായി സമാന രീതിയിൽ റോഡ് തകർന്ന ഭാഗത്ത് അപകടങ്ങളും ഗതാഗതക്കുരുക്കും പതിവായതോടെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് താൽക്കാലികമായി കുഴിയടച്ചത്. പൂങ്കുന്നം പുഴയ്ക്കൽ റോഡിൽ പണികൾ നടക്കുന്നതിനാൽ ദീർഘദൂര സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളടക്കം ചെറുതും വലുതുമായി 100 കണക്കിന് വാഹനങ്ങളാണ് ദിവസവും മോഡൽ റോഡിലൂടെ കടന്നുപോകുന്നത്. എന്നിട്ടും അധികൃതർ പൊട്ടിയ പൈപ്പ് നന്നാക്കാനോ കുഴികൾ അടയ്ക്കാനോ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. കനത്ത മഴയിൽ പടിഞ്ഞാറേക്കോട്ട ജംഗ്ഷനിലും റോഡുകൾ തകർന്നു തുടങ്ങിയതിനാൽ ഇവിടെയും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുകയാണ്. TCV ന്യൂസ്, തൃശൂർ. തെക്കൻ പാലയൂരിൽ കുറുനരിയുടെ ആക്രമണത്തിൽ 3 പേർക്ക് കൂടി കടിയേറ്റു. മൂരാഖിൽ നിർമ്മല, കണ്ടംപുള്ളി വാസു, വന്നേരി ലളിത എന്നിവർക്കാണ് കടിയേറ്റത്. ഇതോടെ കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 6ആയി. പാലയൂർ, തെക്കൻ പാലയൂർ മേഖലകളിലാണ് കുറുനരിയുടെ വ്യാപകമായ ആക്രമണം. 2 ദിവസങ്ങളിലായി ആക്രമണം ഉണ്ടാവുകയായിരുന്നു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ്, താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു. വീട്ടുമുറ്റത്ത് വെച്ചാണ് വാസുവിനും അയൽവാസിയായി നിർമ്മലയ്ക്കും കടിയേറ്റത്. ഇരുവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞ് NK അക്ബർ MLA, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, കൌൺസിലർമാരായ KV സത്താർ, സുപ്രിയ രാമചന്ദ്രൻ, ഷാഹിന സലീം എന്നിവർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ചു. തെക്കഞ്ചേരിയിൽ കുറുനരിയുടെ ആക്രമണത്തിൽ പശു ചത്തു. ആക്രമണകാരിയായ കുറുനരിയെ പിടികൂടുവാനുള്ള നടപടി ആരംഭിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി 2 വിദ്യാർത്ഥികളെയും തമിഴ്നാട് സ്വദേശിയെയും കുറുനരി ആക്രമിച്ചിരുന്നു. കുറുനരി ആക്രമണമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ചാവക്കാട് നഗരസഭാ ഓഫീസിൽ അടിയന്തര യോഗം ചേർന്നു. ആക്രമണത്തിനിരയായവർക്ക് വനം, വന്യജീവി സംരക്ഷണ വകുപ്പിൽ നിന്നും ധനസഹായം ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. ചാവക്കാട് നഗരസഭയിൽ നിന്നും താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ ചെയർമാൻ റിലീഫ് ഫണ്ടിൽ നിന്നും 5000 രൂപ വീതം അനുവദിക്കുന്നതിനും തീരുമാനമായി. യോഗത്തിൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷാഹിന സലീം, ബുഷറ ലത്തീഫ്, പ്രസന്ന, കൌൺസിലർ MR രാധാകൃഷ്ണൻ, സെക്രട്ടറി MS ആകാശ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷമീർ, വെറ്ററിനറി ഡോക്ടർ ഷർമിള, പട്ടിക്കാട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം വളർത്തുകോഴികളെ തെരുവുനായ്ക്കൾ കൊന്ന നിലയിൽ കണ്ടെത്തി.
മാടക്കായി ജെയ്സൺ ആന്റണിയുടെ വീട്ടിലെ 50ഓളം കോഴികളെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. വീടിന്റെ പിന്നിലെ കോഴിക്കൂടിന്റെ ഇരുമ്പുകൂട് പൊളിച്ചാണ് നായ്ക്കൾ അകത്ത് കടന്നത്. നേരത്തെയും കോഴികളെ നായ്ക്കൾ കടിച്ചു കൊന്നിരുന്നതായി വീട്ടുകാർ പറഞ്ഞു. പുല്ലഴി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴയും 5 ദിവസത്തിനുള്ളിൽ നീക്കി തുടങ്ങുമെന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ അറിയിച്ചു. സബ് കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. പുല്ലഴി ചെറിയ പാലത്തിൽ ചണ്ടിയും കുളവാഴയും അടിഞ്ഞതോടെ കനാൽ ബണ്ടുകൾ പൊട്ടി പാടത്തേക്ക് വെള്ളം ഒഴുകുമെന്ന സാഹചര്യത്തിൽ കോൾ കർഷക സംഘം കഴിഞ്ഞ ദിവസം മേജർ ഇറിഗേഷൻ ഓഫീസ് ഉപരോധിച്ചിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ ഭരണകൂടം ഇടപെട്ട് സബ് കളക്ടർ അഖിൽ വി മേനോന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് 5 ദിവസത്തിനുള്ളിൽ ചണ്ടിയും കുളവാഴയും ഡ്രെഡ്ജർ ഉപയോഗിച്ച് നീക്കി തുടങ്ങുമെന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ അറിയിച്ചത്. ചണ്ടി നീക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ തൽക്കാലം സമരം അവസാനിപ്പിക്കുന്നതായി കോൾ കർഷക സംഘം ഭാരവാഹികൾ പറഞ്ഞു. ടെൻഡർ ചെയ്ത കുറച്ച് വർക്കുകളുണ്ട്. അപ്പോൾ അത് അടിയന്തരമായിട്ട് അതിൻ്റെ സാധാരണയുള്ള പ്രൊസീജിയർ മാറ്റി 5 ദിവസത്തിനകത്ത് വർക്ക് തുടങ്ങാം എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. അത് ഡ്രെഡ്ജർ ഉപയോഗിച്ചിട്ടാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും വേഗത്തിൽ അത് വർക്ക് നടത്താൻ കഴിയും. അങ്ങനെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയും എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ നിലയിൽ നടത്തിയിട്ടുള്ള ആ ഉപരോധ സമരത്തിൻ്റെ തുടർച്ചയായിട്ട് ഒരു പരിഹാരം വന്നിട്ടുണ്ട്. ഈ ചെറിയ പാലത്തിൻ്റെ വടക്കേ സൈഡിൽ വെള്ളം ലോഡും തെക്കേ സൈഡിൽ വെള്ളം കുറവാണ്. അപ്പോൾ അത് കാരണം അതൊക്കെ കോളിലേക്ക് കയറിക്കൊണ്ട് കോളിന്ന് ബണ്ട് മറിഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിൻ്റെയുള്ള പരിഹാരങ്ങൾ ഇനി നോക്കണം. ഇപ്പോഴത്തെ സാഹചര്യം ഞങ്ങൾ ഇന്നലെ ഇരുന്ന ഉപരോധ സമരത്തിൻ്റെ ഒരു ചർച്ച ഞങ്ങളെ ഭരണകൂടം ഞങ്ങളുടെ ഈ സമരം ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. 5 ദിവസത്തിനുള്ളിൽ മാറ്റിത്തരാം, തുടങ്ങാം എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തന്ന കാരണം ഞങ്ങൾ ഇന്ന് ഇതാവുകയാണ്. പുല്ലഴി ചെറിയ പാലത്തിന്റെ തൂണുകളിൽ ചണ്ടിയും കുളവാഴകളും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടത് സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത നൽകിയിരുന്നു. യോഗത്തിൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിനി, ജില്ലാ കോൾ കർഷക സംഘം പ്രസിഡന്റ് KK കൊച്ചുമുഹമ്മദ്, പുല്ലഴി കോൾ കർഷക സംഘം ഡയറക്ടർ KN രഘു, സെക്രട്ടറി കോളയങ്ങാട്ട് ഗോപിനാഥൻ, കോർപ്പറേഷൻ ഓവർസിയർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. കുമരനല്ലൂരിൽ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് ഷോക്കേറ്റ് KSEB ജീവനക്കാരൻ മരിച്ചു. കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തഞ്ചിറ ഉന്നതിയിൽ 42 വയസ്സുള്ള സുധാകരനാണ് മരിച്ചത്. KSEB വടക്കാഞ്ചേരി സെക്ഷനിലെ ജീവനക്കാരനായ ഇയാൾക്ക് കുമരനല്ലൂർ മരക്കമ്പനി പരിസരത്ത് വെച്ചാണ് ഷോക്കേറ്റത്. സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി പുനഃസ്ഥാപിക്കാനായി സർവീസ് വയർ ബന്ധിപ്പിക്കുന്നതിനിടെയാണ് ഷോക്കേറ്റത്. പോസ്റ്റിൽ കുടുങ്ങിയ സുധാകരനെ അഗ്നിരക്ഷാസേന താഴെ എത്തിച്ച് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോഴിക്കോട് സ്വദേശി സവാദനെയാണ് തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. ഈ മാസം 14-ാം തീയതി മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. ബസ്സിൽ വെച്ച് സവാദ് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. യുവതി പരാതി പറഞ്ഞതോടെ പേരാമംഗലത്ത് വെച്ച് സവാദ് ബസ്സിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. തൃശൂർ ഈസ്റ്റ് പോലീസ് പിന്തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് പിടികൂടിയത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 2023 നെടുമ്പാശ്ശേരിയിൽ സമാന കേസിൽ സവാദ് അറസ്റ്റിലായിരുന്നു. KSRTC ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നത പ്രദർശിപ്പിച്ച സംഭവത്തിലായിരുന്നു അറസ്റ്റ്. അന്ന് ഇയാൾക്ക് ഓൾ കേരള മെൻസ് അസോസിയേഷൻ സ്വീകരണം നൽകിയ സംഭവം വിവാദമായിരുന്നു. മാളയിലെ ജൂതപ്പള്ളിയുടെ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടും നടപടി സ്വീകരിക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ പറഞ്ഞു. മാള ജൂതപ്പള്ളി സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൂതപ്പള്ളിയുടെ പൈതൃകവും സാംസ്കാരിക തനിമയും നിലനിർത്തുന്നുവെന്നും അതാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിന്റെ പഴയ രൂപം തന്നെ നിലനിർത്തിക്കൊണ്ട് എന്നാൽ ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ പ്രത്യേകമായിട്ടുള്ള സ്ഥിതി ഉണ്ടാകും. നേരത്തെ എഞ്ചിനീയർ ഇവിടെ വന്ന് നോക്കിയതായിട്ട് അറിയിച്ചു. 2 ദിവസത്തിനുള്ളിൽ അവർ വീണ്ടും വന്ന് അതിൻ്റെ തുടർ നടപടികളിലേക്ക് കിടക്കും. എന്തായാലും ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യും. അത് ഈ അർത്ഥത്തിൽ തന്നെ സംരക്ഷിച്ച് നിർത്തി ഇവിടെ മാളയെ മാത്രം ബാധിക്കുന്നൊരു പ്രശ്നമല്ല. ഇതൊരു നാടിൻ്റെ സംസ്കാരവും പാരമ്പര്യവും ലോകത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്താനുള്ള ഒന്നാണ്. ഞാൻ പരാതി ഇപ്പോൾ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. പരാതി ശ്രദ്ധയപ്പെട്ടാൽ അക്കാര്യവും പരിശോധിക്കും. ഇത് വേറെ പ്രയാസമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നേരത്തെ അറിയിച്ചിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള വീഴ്ച ഉദ്യോഗസ്ഥ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ട് അറിയില്ല. ഉണ്ടെങ്കിൽ ആ കാര്യവും പരിശോധിക്കും. BR സുനിൽകുമാർ MLA, CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുകുട്ടൻ എന്നിവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു.
BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരത് മാതാ പൂജയും ധർണയും നടത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക വിഭാഗം ആളുകളെ പ്രീണിപ്പിച്ച് വോട്ട് നേടാനാണ് LDFും UDFും ഭാരതാംബയെ എതിർക്കുന്നതെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നടന്ന ധർണയിൽ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടുത്തെ ഇന്നാട്ടിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുവാൻ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണകിരീടം കാണാതായ സംഭവത്തിൽ ഉത്തരവാദിത്തമില്ലെന്ന് ക്ഷേത്ര ഉപദേശക സമിതി. ആഘോഷങ്ങൾ നടത്തുന്നതും ക്ഷേത്രത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളുമാണ് ഉപദേശക സമിതിയുടെ ചുമതല. ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങളും പാത്രങ്ങളും മറ്റും സംരക്ഷിക്കേണ്ടത് ദേവസ്വം ഉദ്യോഗസ്ഥരും ജീവനക്കാരുമാണ്. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവുമെന്നും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ജയൻ TCVയോട് പറഞ്ഞു. ഭഗവതിയുടെ ഒരു കിരീടം കാണാതായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. അത് പുതിയ ദേവസ്വം ഓഫീസർ സച്ചിൻ വർമ്മ ചാർജ് എടുക്കുമ്പോഴാണ് ഇത് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അതിൻ്റെ കുറ്റക്കാരെ കണ്ടെത്തി വളരെ നല്ല രീതിയിലുള്ള അതിൻ്റെ ഇടപെടലുകളും അന്വേഷണങ്ങളും നടത്തി കുറ്റക്കാർക്കെതിരെ ആരായാലും കുറ്റക്കാരെന്ന് വെച്ചാൽ അതിനെതിരെ ശക്തമായ നടപടി ദേവസ്വം ബോർഡ് എടുക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുട നഗരമധ്യത്തിൽ ബുള്ളറ്റിലെത്തി മാല പൊട്ടിച്ച കേസിലെ 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കവർച്ച ചെയ്ത മാലകളും കവർച്ചയ്ക്കായി ഉപയോഗിച്ച ബുള്ളറ്റും മാല വിറ്റുവാങ്ങിയ മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം ചേരാനെല്ലൂർ സ്വദേശി റോഷൻ, വരാപ്പുഴ സ്വദേശി ശരത് എന്നിവരാണ് അറസ്റ്റിലായത്. നിരവധി മാല പൊട്ടിക്കൽ, ബൈക്ക് മോഷണ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ റോഷൻ. ശരത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കർഷക അഭിവൃദ്ധിക്കായി ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ഒരു കാർഷിക ഗ്രാമം. തരിശുപടവിൽ കയാക്കിംഗ് ഉൾപ്പെടെയുള്ള ജലവിനോദ പദ്ധതികളുമായി സഞ്ചാരികളെ ആകർഷിക്കുകയാണ് ചേനം. ഈ കാണുന്നത് കേരളത്തിനകത്തോ പുറത്തോ നാം കേട്ടറിഞ്ഞ പ്രധാന ജലവിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലൊന്നല്ല. കൊയ്ത്തു കഴിഞ്ഞ 550 ഏക്കറോളം വരുന്ന ചേർപ്പ് ചേനം കോൾപ്പടവിൽ കാലവർഷത്തിൽ വെള്ളം നിറഞ്ഞതാണ്. ട്രാക്ടറും കൊയ്ത്തുമെതിയടി യന്ത്രങ്ങളും കണ്ട പടവിലിപ്പോൾ കയാക്കിംഗ് പെഡൽ ബോട്ടുകളാണ് താരങ്ങൾ. പടവിലെ ഓളപ്പരപ്പിൽ ഗ്രാമീണതയുടെ സൗന്ദര്യവും ഊഷ്മളതയും ആവോളം നുകർന്ന് കയാക്കിംഗ് ബോട്ട് സവാരികൾ ആസ്വദിക്കുകയാണ് ഇവിടെ എത്തുന്നവർ. സായാഹ്നതയുടെ ശാന്തതയും പ്രകൃതി സൗന്ദര്യവും തന്നെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന പ്രധാന സവിശേഷതകൾ. കുട്ടികളും കുടുംബവുമായി അവധി ദിനങ്ങൾ ഉല്ലാസപ്രദമാക്കാൻ സ്വന്തം നാട്ടിൽ ഒരിടം എന്നതും വിനോദസഞ്ചാരികളെ ചേനത്തെത്തിക്കുന്നു. ചേനം തരിശുപടവ് കമ്മിറ്റിയാണ് നെല്ലറ ഗ്രാമീണ ടൂറിസം പദ്ധതി എന്ന പേരിൽ ജലസഞ്ചാരത്തിന് തുടക്കം കുറിച്ചത്.
അതിന് പിന്നിൽ ഒരു കാരണവുമുണ്ട്. നമ്മുടെ കാർഷിക മേഖല വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നെൽകൃഷി എന്ന് പറഞ്ഞാൽ വളരെ നഷ്ടത്തിലാണ്. ഗവൺമെൻറ് വെച്ച് കഴിഞ്ഞാൽ സബ്സിഡി നിരക്കിലും വളത്തിന് ക്രമാതീതമായിട്ടുള്ള വിലവർധനവും കൂലി ചെലവും എല്ലാം വളരെ ഗണ്യമായി കൂടിക്കൊണ്ടിരിക്കുക. ഈ അവസ്ഥയിൽ ഇതര വരുമാനം സ്വരൂപിച്ച് കർഷകർക്ക് ഒരു കൈത്താങ്ങ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒപ്പം നമ്മുടെ ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്കുള്ളൊരു വരുമാനം, ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ ഗ്രാമത്തിൻ്റെ സാമ്പത്തിക രംഗത്തൊരു സ്വയം പര്യാപ്തി കൈവരിക്കുന്നതിൻ്റെ ലക്ഷ്യം ഒപ്പം തന്നെ കർഷകരും. പരീക്ഷണാർത്ഥം തുടങ്ങിയ പദ്ധതി നെൽകൃഷിയുടെ ഇടവേളയെ അടുത്ത കാർഷിക വർഷത്തേക്ക് ഉന്മേഷദായകമാക്കുക എന്ന ലക്ഷ്യവുമുണ്ട്. നമ്മൾ നെൽകൃഷി കഴിഞ്ഞാൽ 5-6 മാസക്കാലം വെറുതെ കിടക്കുന്ന ഈ ഭൂമിയിൽ ഇതുപോലെയുള്ള കയാക്കിങ്, കടൽ ബോട്ട്, മറ്റു ജലസവാരികൾ ഉപയോഗിച്ച് കൃഷിക്ക് ഒരു ഉന്മേഷവും കർഷകർക്ക് വരുമാനവും ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് നിർവഹിച്ചത്. കാർഷിക ഇടവേളയിൽ കർഷകർക്ക് ഇതര വരുമാന മാർഗമെന്ന നിലയിൽ ജില്ലയിലെ ഇത്തരം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന സന്ദേശവും പദ്ധതിയിലൂടെ പടവ് കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നു. നമ്മളുടെ മുഴുവൻ പാടശേഖരങ്ങൾ അതിനുള്ള ഭൗതിക സാഹചര്യങ്ങളുണ്ട് നമുക്ക്. അത് പരമാവധി ഗവൺമെൻറ് തലങ്ങളിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലേക്ക് വിനിയോഗിച്ച് കർഷകരെ സാമ്പത്തിക രംഗത്ത് സഹായിക്കുകയാണ്. ഞായറാഴ്ച അടക്കമുള്ള അവധി ദിവസങ്ങളിൽ നിരവധി പേരാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് എത്തുന്നത്. വിനോദത്തിനൊപ്പം കർഷകർക്ക് ഒരു കൈത്താങ്ങ് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചേനം തരിശുപടവ് കമ്മിറ്റി ഇത്തരത്തിലുള്ള കയാക്കിംഗ് ബോട്ടിംഗ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നല്ല ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും. ചേനം തരിശുപടവ് കമ്മിറ്റിയുടെ ബോട്ട് സർവീസിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. മഴ തുടരുന്നതോടൊപ്പം പലയിടങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തിയതോടെ അന്തിക്കാട് കല്ലിട വഴിയും സെറ്റിൽമെന്റ് സാങ്കേതം റോഡും വെള്ളത്തിൽ. ഇതോടെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. കണക്കന്തറ ഗോപി, കോക്കാട്ട് സുരേഷ്, പീച്ചേടത്ത് പ്രജിൽകുമാർ, തച്ചാട്ട് കൊച്ചുണ്ണി, കുന്നത്തേതി ഇന്ദിര തുടങ്ങിയവരുടെ വീടുകളാണ് വെള്ളക്കെട്ടിലായത്. പാറളം, ചാഴൂർ, ചേർപ്പ്, താന്യം, പുള്ളു പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിൽ നിന്നുള്ള അധിക ജലം അന്തിക്കാട് കോൾപ്പാടശേഖരത്തിലൂടെ ഒഴുകി മണലൂർത്താഴം കോൾപ്പാടങ്ങൾ വഴി ഫേസ് കനാലിലെത്തിയാണ് ഏനാമാക്കൽ റെഗുലേറ്ററിലൂടെ കടലിലേക്ക് ഒഴുക്കിക്കളയുന്നത്. എന്നാൽ അന്തിക്കാട് കോൾപ്പാടശേഖരത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം സുഗമമായി കടന്നു പോകണമെങ്കിൽ കാഞ്ഞാൺകോൾ, മണലൂർത്താഴം കോൾപ്പാടശേഖരങ്ങളുടെ ബണ്ടുകൾ താൽക്കാലികമായി പൊളിക്കണം. ഇരു ബണ്ടുകളും പൊളിക്കാത്തതിനാൽ ബണ്ടുകൾ കവിഞ്ഞൊഴുകുന്ന വെള്ളം മാത്രമാണ് നിലവിൽ കടലിലേക്ക് ഒഴുകിപ്പോകുന്നത്. ഇതാണ് അന്തിക്കാട് കല്ലിട വഴി, മണലൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിന്റെ വിവിധ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് ഉയരാൻ കാരണമായതെന്ന് ആക്ഷേപമുണ്ട്. ഈ പ്രശ്നം പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, വൈസ് പ്രസിഡന്റ് PS സജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറെ കണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ എടുക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകി. അന്തിക്കാട് കല്ലിട വഴിയിൽ ഇനിയും വെള്ളം ഉയർന്നാൽ ദുരിതത്തിലാകുന്ന വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കാൻ ഒരുക്കങ്ങൾ ചെയ്തതായി അധികൃതർ അറിയിച്ചു. TCV, തൃശൂർ. കരുവന്നൂർ പുഴയിൽ സംസ്ഥാന ജലസേചന വകുപ്പ് പ്രളയ സാധ്യത മുന്നറിയിപ്പ് നൽകി. മഞ്ഞ അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നദിയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. യാതൊരു കാരണവശാലും നദിയിൽ ഇറങ്ങുവാനോ നദി മുറിച്ചു കടക്കുവാനോ പാടില്ല. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ളിടങ്ങളിൽ നിന്ന് മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി വാഴാനി ഡാമിന്റെ സ്ലൂയിസ് വാൽവുകൾ തിങ്കളാഴ്ച തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. 55.45 മീറ്ററാണ് ഡാമിലെ നിലവിലെ ജലനിരപ്പ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ജലനിരപ്പ് 51.52 മീറ്ററായിരുന്നു. ഒരു സംഗീത ദിനം കൂടി കടന്നു പോകുമ്പോൾ പാട്ടുകൾ കൊണ്ട് അരങ്ങ് വാഴുന്ന സംഗീത കുടുംബത്തെ പരിചയപ്പെടാം. കൈകുടന്ന നിറയെ തിരുമധുരം തരും കുറുനിളം തൂവൽ കിളിപ്പാട്ടുമായി. പൊതുപ്രവർത്തകനും ഗായകനുമായ അച്ഛൻ, നാടൻ പാട്ടുകൾ പാടി അരങ്ങു തകർക്കുന്ന അമ്മ, റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ യുവഗായകനായ മകൻ. എടത്തിരുത്തിയിലെ 3-അംഗ സംഗീത കുടുംബത്തിന്റെ വിശേഷണങ്ങൾ ഇങ്ങനെയാണ്. സംഗീതത്തെ ജീവന് തുല്യം സ്നേഹിക്കുകയാണ് ഈ 3 പേരും. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും പൊതുപ്രവർത്തകനും ഗായകനുമായ AV സതീഷാണ് ഈ സംഗീത കുടുംബത്തിലെ നായകൻ. നാടൻ പാട്ടുകളിലൂടെ വിദേശത്തും സ്വദേശത്തും സംഗീതാസ്വാദകരിൽ ലഹരി പടർത്തിയ ഭാര്യ രേഖയും, സംഗീതം അഭ്യസിക്കാതെ റിയാലിറ്റി ഷോയിൽ പാട്ടിനെ കീഴടക്കിയ മകൻ അമൻ സഖയുമാണ് പാട്ടുകുടുംബത്തിലെ മറ്റംഗങ്ങൾ. ഞങ്ങൾ നിരവധി വർഷങ്ങളായിട്ട് സംഗീത ലോകത്ത് ജീവിക്കുന്നു. നാടൻ പാട്ട് പെർഫോമൻസിലൂടെ ഭാര്യ, സിനിമ സംഗീതത്തിലൂടെ അമൻ സഖയും നല്ല നിലയിൽ
പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് നാടൻ പാട്ടാണ് പെർഫോം ചെയ്യാറ്. നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ സ്വരത്തിന് ചേർന്ന, എൻ്റെ ഒരു ശബ്ദത്തിന് ചേർന്ന നാടൻ പാട്ടാണെന്നുള്ളൊരു ബോധമാണ് എന്നെ ആ വഴിയിലേക്ക് എത്തിച്ചത്. സമാധാന പുസ്തകം എന്ന സിനിമയിൽ ഒരു ഗാനം അമൻ സഖയുടെ ശബ്ദത്തിലാണ്. തമിഴ്നടൻ ധനുഷിന്റെ റിലീസിനൊരുങ്ങുന്ന കുബേര എന്ന ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്ത് അഭിനയ രംഗത്തും അമൻ സഖ കയ്യൊപ്പ് ചാർത്തിക്കഴിഞ്ഞു. ഇപ്പോൾ റെഡ് ക്യാപ് ഫോക്ക് ബാൻഡ് എന്ന നാടൻ പാട്ട് ട്രൂപ്പിന്റെ അമരക്കാരനാണ് AV സതീഷ്. പൊതുപ്രവർത്തന രംഗത്ത് തിരക്കുകൾ ഏറെയുണ്ടെങ്കിലും സംഗീതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം മൂലം ഗാനമേള വേദികളിലും സംഗീത അധ്യാപന രംഗത്തും ഇദ്ദേഹം നിറസാന്നിധ്യമാണ്. ഒരു സംഗീത ദിനം കൂടി കടന്നു പോകുമ്പോൾ ഒരേ വേദിയിൽ 3 പ്രതിഭകൾ ഒരുമിക്കുന്ന സംഗീത വിരുന്നിന് സാക്ഷികളാകാൻ കാത്തിരിക്കുകയാണ് സംഗീത ലോകം. TCV കയ്പമംഗലം. ലോക സംഗീത ദിനത്തിൽ സാംസ്കാരിക നഗരിക്ക് ദേവവാണി എന്ന പേരിൽ ഭിന്നശേഷി ഗായകരുടെ സംഗീത വിരുന്നൊരുക്കി തൃശൂർ ചേതന. തൃശൂർ ടൗൺ ഹാളിൽ അരങ്ങേറിയ ദേവവാണിയിൽ മസ്തിഷ്ക സംഗീത ചികിത്സയിലൂടെ പരിമിതികൾ അതിജീവിച്ച ഭിന്നശേഷി ഗായകർ ആലപിച്ച ഗാനങ്ങൾ സംഗീതാസ്വാദകർക്ക് വിസ്മയാനുഭവമായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 15ഓളം ഗായകരാണ് ഗാനങ്ങൾ ആലപിച്ചത്. തൃശൂർ പോളി നയിച്ച ഓർക്കസ്ട്ര ടീമിനൊപ്പം ചാനൽ സംഗീത ഷോകളിലൂടെ പ്രശസ്തനായ ഭിന്നശേഷി ഗായകൻ സുകേഷ് കുട്ടൻ ഉൾപ്പെടെയുള്ളവരുടെ ആലാപനം വൻ കരഘോഷത്തോടെയാണ് സദസ്സ് ആസ്വദിച്ചത്. ചിട്ടയായ പരിശീലനവും മസ്തിഷ്ക സംഗീത ചികിത്സയും വഴി ലളിത സംഗീതത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും ഈ ഗായകർ കൈവരിച്ച മികവ് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നതായി. ചേതന എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി അനുഗ്രഹ പ്രഭാഷണവും ഗായകർക്ക് ഉപഹാര സമർപ്പണവും നടത്തി. ഗായകനും ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പിസ്റ്റുമായ ഫാദർ ഡോക്ടർ പോൾ പൂവത്തെങ്കൽ, VS രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് യോഗ അസോസിയേഷൻ ഓഫ് തൃശൂരിന്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന യോഗാ ദിനാചരണം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. യോഗ അസോസിയേഷൻ ഓഫ് തൃശൂർ പ്രസിഡന്റ് സേവ്യർ ചിറ്റരപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, യോഗ അസോസിയേഷൻ ഓഫ് തൃശൂർ സെക്രട്ടറി MB പ്രശാന്ത്, M ബാലാജി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ യോഗാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള 500ഓളം പേർ പരിപാടിയിൽ പങ്കാളികളായി. കുന്നംകുളം ആസ്ഥാനമായി കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്ന പ്രാദേശിക ചാനലായ CCTVയുടെ 19ാമത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പുരസ്കാര വിതരണ ചടങ്ങ് സംസ്ഥാന വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. സംസ്ഥാന ആസൂത്രണ സമിതി അംഗം സന്തോഷ് ജോർജ് കുളങ്ങര മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സ്കോളർഷിപ്പ് വിതരണം നടത്തി. ചടങ്ങിൽ വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും മികച്ച സംരംഭകരായ സജിത് ചോലയിൽ, റെജി B ചെറുവത്തൂർ എന്നിവരെയും ജീവകാരുണ്യ പ്രവർത്തകൻ ജേക്കബ് ചിരയങ്കണ്ടത്തിനെയും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. കലാകായിക പഠനരംഗത്തെ മികവ് പരിഗണിച്ച് വിദ്യാർത്ഥി പ്രതിഭകളായ മുഹമ്മദ് മുർസിൽ, അബ്ദുൾ ഹാദി, VS കൃഷ്ണ, യദു കൃഷ്ണ, ജ്വാല റോസ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. മാധ്യമപ്രവർത്തകൻ TM ഹർഷൻ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, ചലച്ചിത്ര താരങ്ങളായ പാർവതി രാജൻ ശങ്കരാടി, മീന രാജ് പള്ളുരുത്തി, നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ, കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, കേരള വിഷൻ തൃശൂർ മാനേജിംഗ് ഡയറക്ടർ ജയപ്രകാശ്, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, COA മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, ചെയർമാൻ KC ജോൺസൺ എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 700-ലേറെ വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസ പുരസ്കാരം സമ്മാനിച്ചത്. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി +2 പരീക്ഷയിൽ 80% മാർക്ക് വാങ്ങി വിജയിച്ച നിർധന കുടുംബങ്ങളിലെ 100 വിദ്യാർത്ഥികൾക്കായിരുന്നു സ്കോളർഷിപ്പ് വിതരണം നടത്തിയത്. TCV കുന്നംകുളം. ഭാരതം ലോകത്തിന് നൽകിയ അമൂല്യ സംഭാവനയാണ് യോഗ.
യോഗയുടെ പ്രചാരണത്തിനായി ലോകം ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു. ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിന് യോഗ എന്ന പ്രമേയവുമായാണ് ഇത്തവണ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നത്. നമ്മുടെ ആരോഗ്യം മാത്രമല്ല, ഭൂമിയുടെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നുവെന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയത്തിൻ്റെ സവിശേഷത. ജീവിതത്തെയും പ്രകൃതിയെയും ഒരുപോലെ കൊണ്ടുപോകുക എന്നതാണ് ഈ ദിനാചരണം വിഭാവനം ചെയ്യുന്നത്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം നിലനിർത്താനായിട്ട് യോഗ പരിശീലിക്കുന്നു. മനസ്സിൻ്റെ ആരോഗ്യമാണ് ശരീരത്തിൻ്റെയും ആരോഗ്യം. മനസ്സിന് സമാധാനമുണ്ടെങ്കിൽ ശരീരത്തിനും സമാധാനവും സന്തോഷം കിട്ടും. എല്ലാവരുടെയും ആരോഗ്യമാണ് മനസ്സമാധാനത്തിന് ആവശ്യം. യുജ് എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് യോഗ എന്ന വാക്ക് രൂപം കൊണ്ടത്. ചേരുക, ഒന്നിക്കുക എന്നൊക്കെയാണ് ഇതിനർത്ഥം. ശാരീരിക വ്യായാമമായി മാത്രമല്ല, മനസ്സിന്റെ സമാധാനത്തിനും മാനസികവും ശാരീരികവും ആത്മീയവുമായ ഉണർവ് പ്രദാനം ചെയ്യുന്നതിനും യോഗ അത്യുത്തമമാണ്. 2014 ഡിസംബർ 11 ഐക്യരാഷ്ട്രസഭയാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിച്ചത്. 2015 ജൂൺ 21 പ്രഥമ അന്താരാഷ്ട്ര യോഗാ ദിനം. 11ാം അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യയിലുടനീളം യോഗാ സംഗമങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. 25,000-ലേറെ സംഘടനകളുടെ പിന്തുണയോടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ദിനാചരണമാണ് ഇത്തവണ രാജ്യത്ത് നടക്കുന്നത്. ജില്ലയിലും വിപുലമായ യോഗാ സംഗമ പരിപാടികളാണ് ദിനാചരണത്തിന്റെ ഭാഗമായി നടക്കുന്നത്. TCV തൃശൂർ. എടവലങ്ങിൽ വഴി ചോദിച്ചെത്തിയ ബൈക്ക് യാത്രക്കാരൻ വയോധികയുടെ മാല കവർന്നു. എടവലങ്ങ് മാവുംകൂട്ടത്തിൽ ശാന്തിയുടെ 3 പവന്റെ മാലയാണ് കവർന്നത്. എടവലങ്ങ് ചന്ത യൂബസാർ റോഡിൽ വെച്ചായിരുന്നു സംഭവം. വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന ശാന്തിയോട് വഴി ചോദിക്കാനെന്ന വ്യാജേന എത്തിയ ബൈക്ക് യാത്രക്കാരൻ മാല പൊട്ടിച്ചെടുത്ത് കടന്നു കളയുകയായിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മോഷ്ടാവിൻ്റെതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എടവലങ്ങിൽ ഒരാഴ്ച മുൻപ് സമാനമായ രീതിയിൽ മാലമോഷണം നടന്നിരുന്നു. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം വീട്ടിൽ പോലും പോകാതെ സൈക്കിളിൽ ലഹരിവിരുദ്ധ പോരാട്ടത്തിനിറങ്ങിയ റിട്ടയർഡ് SI വേറിട്ട മാതൃകയാകുന്നു. കൊല്ലം സ്വദേശിയായ ഷാജഹാനാണ് സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി തൃശൂരിലെത്തിയത്. വർഷത്തെ പോലീസ് സേവനത്തിന് ശേഷം ഇക്കഴിഞ്ഞ മെയ് 31 കൊല്ലം വെസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വിരമിച്ച SI ഷാജഹാനാണ് വീട്ടിലേക്ക് പോകാതെ ലഹരിക്കെതിരെയുള്ള പോരാട്ടവുമായി സൈക്കിളിൽ നേരെ കാസർകോട്ടേക്ക് പോയത്. കൊല്ലം പള്ളിമൺ സ്വദേശിയായ ഷാജഹാൻ സർവീസ് കാലയളവിൽ തന്നെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ സജീവമായിരുന്നു. വിരമിച്ച അന്ന് കൊല്ലത്ത് നിന്ന് ഷാജഹാൻ ആരംഭിച്ച സൈക്കിൾ യാത്ര മന്ത്രി ചിഞ്ചുറാണിയാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. കാസർഗോഡിന്റെയും കണ്ണൂരിന്റെയും പ്രാന്തപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് വയനാടൻ മലനിരകളും അട്ടപ്പാടിയിലെയും അഗളിയിലെയും മലമടുക്കുകളും താണ്ടി 22ാം ദിവസം തൃശൂരിലെത്തി. തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപം ലഹരിക്കെതിരെ റിട്ടയർഡ് SI സുബ്രതകുമാറിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഇൻസ്റ്റലേഷന് മുന്നിൽ ഷാജഹാന്റെ ബാച്ചുകാരായ സഹപ്രവർത്തകർ ചേർന്ന് സ്വീകരണവും നൽകി. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്നും അതിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി പോരാടണമെന്നും ഷാജഹാൻ പറയുന്നു. മാതാപിതാക്കൾ ധൈര്യത്തോടെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ കുട്ടികളെ എങ്ങനെ നിയന്ത്രിക്കണം എന്നറിയാൻ പറ്റാതെ മാതാപിതാക്കൾ വിഷമിക്കുന്ന ഒരു സാഹചര്യം. കൊല്ലം ജില്ലയിലെ SPG എന്ന് പറയുന്ന സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ നോഡൽ ഓഫീസറായിരുന്നു. അപ്പോൾ കുറേ സ്കൂളുകളുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ സ്കൂളുകളുടെയും പ്രശ്നം അതിനകത്ത് കുട്ടികൾ ഉപയോഗിക്കുന്ന ലഹരിയെക്കുറിച്ച് തന്നെയാണ്. ആരും പുറത്ത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. ഓരോ സ്കൂൾ അധികൃതരും തുറന്നു പറയുന്നില്ല. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കെ ഇത് ഒന്ന് തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ട് മറ്റുള്ള പലർക്കും ഉണ്ട് എന്നുള്ളതിനാൽ റിട്ടയർ ചെയ്യുന്നതിൻ്റെ അന്ന് മുതൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും സഞ്ചരിച്ച് ഓരോ സ്കൂളുകളിലും ഓരോ കവലകളിലും ഈ വിഷയം അവതരിപ്പിക്കണമെന്നുള്ള ചിന്തയിൽ ഞാൻ റിട്ടയർ ചെയ്തതിൻ്റെ അന്ന് സ്റ്റാർട്ട് ചെയ്ത യാത്രയാണിത്. ജില്ലയിലെ സന്ദർശനം പൂർത്തിയാക്കി ചാലക്കുടി വഴി എറണാകുളത്തേക്ക് പോകുന്ന ഇദ്ദേഹം തിങ്കളാഴ്ച കൊച്ചി മെട്രോയിലും വാട്ടർ മെട്രോയിലും തന്റെ സൈക്കിളുമായി കയറി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തും. പിന്നീട് മൂന്നാർ വഴി തിരുവനന്തപുരത്തെത്തി ജൂലൈ 2 കൊല്ലത്ത് യാത്ര അവസാനിപ്പിക്കും. 33 ദിവസം കൊണ്ട് 2025 കിലോമീറ്ററാണ് സൈക്കിളിൽ സഞ്ചരിക്കുന്നത്. 2019 ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനായി 14 ജില്ലകളിലൂടെ 1700 കിലോമീറ്ററോളം സൈക്കിൾ യാത്ര നടത്തിയിരുന്നു. ഷാജഹാന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയാണ് ലഭിക്കുന്നത്. TCV തൃശൂർ.
സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ അവണിശ്ശേരിയിലെ ഒരു കൂട്ടം കലാകാരന്മാർ ഒരുക്കിയ സംഗീത ആൽബം മുക്തി ശ്രദ്ധേയമാകുന്നു. യൗവനം പൂക്കളായി പിശപ്പിൻ കാലമായി. ജോലി തേടി സുഹൃത്തിന്റെ അടുത്തെത്തുന്ന യുവാവ് സഹതാമസക്കാരുടെ കൂടെ കൂടി ലഹരിക്കടിമയാകുന്നതും തുടർന്ന് ലഹരിക്ക് വേണ്ടി അക്രമാസക്തനാകുന്നതും ഒടുവിൽ ലഹരി വിമുക്തി കേന്ദ്രത്തിലെ ചികിത്സയിൽ സാധാരണ നില വീണ്ടെടുത്ത് കുടുംബത്തോടൊപ്പം ചേരുന്നതുമാണ് ഈ സംഗീത ആൽബത്തിന്റെ പ്രമേയം. യാതന ഏറെയും നല്ലൊരു ഓർമ്മയായി, മാനം നിറഞ്ഞു വർണ്ണമായി, സ്നേഹം നിറഞ്ഞൊരോർമ്മയായി. അവണിശ്ശേരിയിലെ കലാകാരരുടെ കൂട്ടായ്മയായ ടീം ബിഗ് സീറോയുടെ ബാനറിൽ സജീവ് തണ്ടാശ്ശേരിയാണ് ഈ സംഗീത ആൽബത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ബാബു അമ്മൂസ് ക്യാമറയും പ്രകാശ് ചീരക്കുഴി ഗാനരചനയും നിർവഹിച്ചിരിക്കുന്നു. പെരിഞ്ചേരി ALP സ്കൂളിൽ നടന്ന ചടങ്ങിൽ അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ആൽബത്തിന്റെ റിലീസിംഗ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ സജീവ് തണ്ടാശ്ശേരി ALP സ്കൂൾ മാനേജർ VK ശശിധരന് നൽകി പോസ്റ്റർ പ്രകാശനം നടത്തി. ലഹരി വിരുദ്ധ സ്ക്വാഡ് റിട്ടയർഡ് SI സുബ്രതകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നെസ്റ്റ് ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രം ഡയറക്ടർ ഫാദർ പോൾ പാലിശ്ശേരി, സായ രാമചന്ദ്രൻ, പ്രസാദ് മാസ്റ്റർ, PF ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. യൂത്ത് കോൺഗ്രസ് സുല്ലൂക്കര മണ്ഡലം കമ്മിറ്റി തൃശൂർ കോർപ്പറേഷന്റെ പറവട്ടാനി ഗ്രൗണ്ടിന് മുൻപിൽ പ്രതിഷേധ കാൽപന്ത് കളി നടത്തി. 9 വർഷമായിട്ടും ഗ്രൗണ്ടിന്റെ പണി പൂർത്തിയാക്കാത്ത കോർപ്പറേഷന്റെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. കോടികൾ ചെലവ് ചെയ്ത് 2023 ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം മാത്രം നടത്തി യുവജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ലിയോ രാജൻ അധ്യക്ഷത വഹിച്ചു. K സുമേഷ്, CK ഫ്രാൻസിസ്, പ്രഭുദാസ് പാണയങ്ങാടൻ, ജെൻസൺ ജോസ് കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ വടക്കേനടയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിനുള്ളിൽ പാമ്പ് കയറി. സ്കൂട്ടർ യാത്രക്കാരൻ കടയിൽ കയറി തിരിച്ചെത്തിയപ്പോഴാണ് സ്കൂട്ടറിന്റെ മീറ്ററിന് താഴെ പാമ്പിനെ കണ്ടത്. തുടർന്ന് പാമ്പിനെ പുറത്തെടുത്തു. നീർക്കോലിയാണ് സ്കൂട്ടറിൽ കയറിയത്. പട്ടികജാതി ക്ഷേമസഭ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രതിഷേധ റാപ്പ് മ്യൂസിക് സംഘടിപ്പിച്ചു. RSS തിട്ടൂരത്തിനെതിരെയും വേടനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമൊപ്പം എന്ന മുദ്രാവാക്യമുയർത്തി കോർപ്പറേഷൻ ഓഫീസിന് മുൻപിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. PK സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K സോമപ്രസാദ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KV രാജേഷ്, PA ലജിക്കുട്ടൻ, KA വിശ്വംഭരൻ, PA പുരുഷോത്തമൻ, അഡ്വക്കേറ്റ് PK ബിന്ദു, അഡ്വക്കേറ്റ് KV ബാബു എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് റാപ്പ് കലാകാരന്മാരുടെ പ്രതിഷേധാത്മക സംഗീതാവതരണവും അരങ്ങേറി. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,235 രൂപ, പവന് 73,880 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4,398 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. തൃശൂരിലെ കോൺഗ്രസിൽ ഉടലെടുത്ത ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ. നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ജില്ലയിലെത്തും. വാൽപ്പാറ പച്ചമല എസ്റ്റേറ്റിൽ പുലി കടിച്ചുകൊണ്ടുപോയ 4.5 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് തമിഴ്നാട് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. ചൊവ്വൂരിൽ സ്വകാര്യ ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞുകയറി 3 സ്ത്രീകൾക്ക് പരിക്ക്. അപകടത്തെ തുടർന്ന് ബസ്സിൽ നിന്നിറങ്ങിയോടിയ ഡ്രൈവറെ ചേർത്ത് പോലീസ് പിടികൂടി. മുളകുംകാവിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം. കുതിരാൻ തുരങ്കത്തിന് സമീപം കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യുവാവിന് പരിക്ക്. തൃശൂർ അയ്യന്തോൾ മോഡൽ റോഡ് കുടിവെള്ള പൈപ്പ് പൊട്ടി തകർന്നു. റോഡിലൂടെ കുടിവെള്ളം ഒഴുകിയിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ.
ചാവക്കാട് വീണ്ടും കുറുനരിയുടെ ആക്രമണം. തെക്കൻ പാലിയൂരിൽ സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർക്ക് കടിയേറ്റു. ഇതോടെ കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 6 ആക്രമണത്തിനിടയായവർക്ക് അടിയന്തര ധനസഹായം അനുവദിച്ച് നഗരസഭ. പുല്ലഴി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴയും 5 ദിവസത്തിനുള്ളിൽ നീക്കി തുടങ്ങുമെന്ന് ഇറിഗേഷൻ വകുപ്പ്. നടപടി TCB വാർത്തയെ തുടർന്ന്. വടക്കാഞ്ചേരി കുമരനല്ലൂരിൽ ജോലിക്കിടെ ഷോക്കേറ്റ് വൈദ്യുതി ജീവനക്കാരൻ മരിച്ചു. കാഞ്ഞിരക്കോട് കൊടുമ്പ് സ്വദേശി സുധാകരനാണ് മരിച്ചത്. ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം.